സിഗ്മ. സിഗ്മ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ലെൻസുകളെയാണ് ഓർമ്മ വരിക. കാരണം ഒരുപാട് കാലം മുമ്പ് തന്നെ സിഗ്മ ലെൻസുകൾ, പ്രത്യേകിച്ച് സിഗ്മയുടെ കാനോൺ മൗണ്ട് 35 ജനപ്രിയമായൊരു ലെൻസായിരുന്നു. 35 എന്ന് പറഞ്ഞാൽ സിഗ്മ 35 തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് സോണിയിൽ ഉപയോഗിക്കാവുന്ന ലെൻസുകൾ സിഗ്മ കൊണ്ടുവന്നു. MC11 അഡാപ്റ്റർ സിഗ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ MC11 അഡാപ്റ്ററും കാനൻ്റെ ലെൻസും കൂടെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് സോണിയിൽ ഉപയോഗിക്കുന്ന രീതിയിലായിരുന്നു ആദ്യ ലെൻസെങ്കിൽ, സിഗ്മയിൽ ഒരു വിപ്ലവം തന്നെ വന്നത് സോണിയുടെ DGDN, അതായത് ഭാരം കുറഞ്ഞ ലെൻസുകൾ, ഈ ഒരു MC11 അഡാപ്റ്ററൊന്നും ഇല്ലാതെ ഭാരം കുറഞ്ഞ സോണി ലെൻസുകൾ, സോണിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മൗണ്ട് ലെൻസുകൾ വന്നതിന് ശേഷമാണ്. സിഗ്മ കമ്പനി കൊണ്ട് സോണിക്ക് സെയിൽ കൂടിയോ അതോ സോണിയുടെ കമ്പനി വന്നതുകൊണ്ട് സിഗ്മയ്ക്ക് സെയിൽ കൂടിയോ എന്നുള്ളത് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തായാലും സോണി ക്യാമറകളുടെ സെയിൽസിൽ സിഗ്മ കമ്പനി നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ല കളി. ഇപ്പോൾ സിഗ്മ വന്നിരിക്കുന്നത് പുതിയ ഒരു ക്യാമറയുമായിട്ടാണ്. അപ്പോൾ സിഗ്മയുടെ CEO കസുട്ടോ യമാക്കി തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, BF എന്നുള്ള ഒരു പേരിലാണ് ഈ ക്യാമറ വന്നതെങ്കിൽ അതിനെ പുള്ളി ഡിഫൈൻ ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ഫൂളിഷ്നെസ് എന്നൊരു വാക്കുകൊണ്ടാണ്. സുന്ദരമായ മണ്ടത്തരം. വളരെ കേൾക്കാൻ തന്നെ രസമുള്ള ഒരു പേരാണല്ലേ. അപ്പോൾ അത് ജപ്പാനിൽ തന്നെ വളരെ പ്രശസ്തമായ ബുക്ക് ഓഫ് ടീ എന്നൊരു ബുക്ക്, അവിടുത്തെ ഒരു പ്രമുഖനായ എഴുത്തുകാരൻ്റെ പേര് ഒസാമ ഒക്കുറ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്ക് ഓഫ് ടീ എന്നുള്ളൊരു ബുക്കിൽ നിന്നാണ് ഈ ഒരു പേര് അവർ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. അപ്പോൾ ഇത് സുന്ദരമായ മണ്ടത്തരമാണോ അതോ മണ്ടത്തരമാണോ എന്നുള്ളത് കാലത്തിന് മാത്രമാണ് തെളിയിക്കാൻ പറ്റുക. എന്നിരുന്നാലും ഇപ്പോൾ ജപ്പാനിൽ ഒത്തിരി ക്യാമറ കമ്പനികളുണ്ട്, നമുക്കറിയാം. സോണി, കാനൺ, നിക്കോൺ, ഫിജി എല്ലാം ജപ്പാൻ്റെ തന്നെയാണ്. അത് മാത്രമല്ല, വളരെ പ്രശസ്തമായ റെഡ് എന്ന് പറഞ്ഞ വലിയൊരു കമ്പനിയെ കൂടി നിക്കോൺ വാങ്ങിച്ച് ജപ്പാനിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അതും ഇനി ജപ്പാൻ്റെ ക്യാമറയായിട്ട് വന്നിരിക്കുകയാണ് നിക്കോണിൽ. അപ്പോൾ ഇത്രയും കമ്പനികൾ ഉണ്ടായിട്ടും അതിൽ നിന്നൊരു വ്യത്യസ്തത പുലർത്തുന്ന ഒരു ക്യാമറയായിട്ടാണ് ഈ BF അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഫൂളിഷ്നെസ് എന്ന് പറയുന്ന ഈ ക്യാമറ വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ വ്യത്യാസം, സാധാരണ ക്യാമറകളെല്ലാം പല പല പാർട്സുകൾ യോജിപ്പിച്ചിട്ടുള്ളൊരു ബോഡിയിലാണ് വരുന്നതെങ്കിൽ ഇത് ഒറ്റ ബ്ലോക്ക്, ഒറ്റ കല്ലിൽ തീർത്ത ശില്പം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരൊറ്റ ബ്ലോക്കിൽ. അപ്പോൾ കഴിഞ്ഞ വർഷം ജപ്പാൻ്റെ ഫാക്ടറി സന്ദർശിക്കാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടായി. ഞാനും നമ്മുടെ കുറേ ഡീലേഴ്സ് ഉണ്ടായിരുന്ന കൂടെ. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഞാൻ അന്ന് തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. കാരണം ഒരൊറ്റ സിംഗിൾ അലൂമിനിയം ബ്ലോക്ക് ഒരു റോബോട്ടിക് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ലെയ്ത്തിൽ കാർവ് ചെയ്തതിനകത്തുള്ള ഭാഗങ്ങൾ കളഞ്ഞിട്ടൊരു ക്യാമറ ബോഡി ഉണ്ടാക്കുന്നതിനെ കണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി, എന്താ ഇങ്ങനെ ഇത്ര കാർവ് ചെയ്തൊക്കെ ഒരു ബോഡി. കാരണം അത് ഒരു ഡൈയിൽ വെച്ചിട്ട് ഈസി ആയിട്ടൊരു ക്യാമറ ബോഡി ഉണ്ടാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല ഇപ്പോഴത്തെ കാലത്ത്. എന്നിട്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് വെള്ളം അതിനകത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഇങ്ങനെ റോബോട്ടിക് ഹാൻഡ്സ് ഇങ്ങനെ ടൂൾസ് വെച്ചിട്ട് കാർവ് ചെയ്ത് അലൂമിനിയം ചെറിയ പൊടിയായിട്ട് കളഞ്ഞിട്ട് ഇതിൻ്റെ ബോഡി ഉണ്ടാക്കിയെടുക്കുന്നത് കാണാൻ പറ്റി. അന്ന് തന്നെ മനസ്സിൽ കൂടിയൊരു ചോദ്യമാണിത്. പക്ഷേ ആ ബോഡി ഈ ക്യാമറയിൽ അവർ ഉപയോഗിച്ചേക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ബാക്കിൽ മാത്രമായിരിക്കും സ്ക്രൂ ഇട്ടിട്ടൊരു ബാക്ക് കവർ മാത്രമായിരിക്കും, കാരണം ഈ സാധനങ്ങളൊക്കെ അകത്ത് വെക്കണമല്ലോ. അങ്ങനെ ആയിരിക്കും ഈ ഒരു ബോഡി വരുന്നത്. അല്ലാതെ ഒരു ഭാഗത്ത് തുറക്കാൻ പറ്റില്ല. ഒരൊറ്റ ബ്ലോക്ക് അലൂമിനിയത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനായിരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം വ്യക്തമല്ലെങ്കിലും എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഹീറ്റ് ഏറ്റവും കൂടുതൽ കടത്തിവിടുന്നത് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന സ്വർണ്ണമാണ്. സ്വർണ്ണം കഴിഞ്ഞാൽ പിന്നെ വെള്ളി കഴിഞ്ഞാൽ കോപ്പർ, പിന്നെ 4th പൊസിഷനിൽ അലൂമിനിയമാണ്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ മെറ്റൽസ് ഒന്നും തന്നെ നമുക്കൊരു ക്യാമറ ബോഡിയിലോ ഒന്നും ഉപയോഗിക്കാൻ കോസ്റ്റ്ലി ആയതുകൊണ്ട് സാധ്യമല്ല. അപ്പോൾ നമ്മൾ KCB ആണെങ്കിലും നമ്മുടെ പ്രഷറിൻ്റെ നഷ്ടം കുറച്ച് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ലാഭകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അലൂമിനിയം ആയതുകൊണ്ട് അലൂമിനിയമാണ് നമ്മൾ ഹീറ്റ് സിങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവണം. ക്യാമറയിൽ നിന്നുണ്ടാകുന്ന ചൂട് ഒരേപോലെ ബോഡിയുടെ എല്ലാ പാർട്ടും ഹീറ്റ് സിങ്ക് പോലെ വർക്ക് ചെയ്ത് ക്യാമറ ചൂടാവാതെ ഇരിക്കാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനൊരു ഓപ്ഷൻ കൊണ്ടുവന്നതെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ക്യാമറ വന്നതിന് ശേഷം നമുക്ക് നോക്കാം. അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറയിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇല്ല എന്നുള്ളതാണ്. മെമ്മറി കാർഡ് ഉപയോഗിച്ചല്ല ഈ ക്യാമറ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുമെങ്കിലും അതിശയം തോന്നുമെങ്കിലും സത്യത്തിൽ അതിനകത്ത് വലിയ പുതുമയൊന്നുമില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഐഫോൺ ഉപയോഗിക്കുന്നു, ഇൻറ്റേർണൽ മെമ്മറിയിലാണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്.
ഒരിക്കൽ പോലും നമ്മളതിൻ്റെ ഒരു SD കാർഡ് അതിനകത്ത് ഇൻസെർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പക്ഷേ ആദ്യകാലത്ത് വന്ന മൊബൈൽ ഫോണുകളിൽ നമുക്ക് 2 GB തൊട്ട് അല്ലെങ്കിൽ അതിന് താഴെ MB സൈസിലുള്ള നമ്മൾ SD കാർഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു മൊബൈൽ ഫോണിലും ആരും അധികം ഇത് മൈക്രോ SD അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു ഡിവൈസ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അതിനകത്തൊരു അതിശയോക്തി ഇല്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല എല്ലാ ക്യാമറകളിലും ഇങ്ങനത്തെ സംവിധാനം ആവശ്യമാണ്. ഒന്നുകിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇപ്പോൾ റോ മോഡലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ എക്സ്റ്റേണൽ റെക്കോർഡിങ് ആവശ്യമായിട്ട് വന്നേക്കാം. പക്ഷേ ഈ ക്യാമറയുടെ സ്പീഡിന് അല്ലെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അത്രയും ട്രാൻസ്ഫർ സ്പീഡുള്ള ഒരു ഇൻറ്റേർണൽ റെക്കോർഡിംഗ് മെക്കാനിസം അതിനകത്തുണ്ടെങ്കിൽ അതെന്തായാലും ക്യാമറയ്ക്ക് നല്ലത് തന്നെയായിരിക്കും. പിന്നെ ഒരു അഡീഷണൽ എക്സ്റ്റേണൽ ഔട്ട് കൂടെ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ അത് USB പോർട്ട് വഴി സാധ്യമാവുമായിരിക്കും. അതും ക്യാമറ വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അത് നല്ലൊരു തുടക്കമാവട്ടെ. എല്ലാ ക്യാമറ കമ്പനികളും ഒരു മിനിമം ഹൈ സ്പീഡ് ഇൻറ്റേർണൽ റെക്കോർഡിംഗ് ഓപ്ഷൻ അതിനകത്ത് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഇതൊരു ഫുൾ ഫ്രെയിം തന്നെയാണ് ഈ ക്യാമറ. BF എന്ന് പറയുന്ന ഒരു ഫുൾ ഫ്രെയിം ക്യാമറ തന്നെയാണ്. 24.6 മെഗാപിക്സലിലാണ് ചെയ്തേക്കുന്നത്. സിമോസിൻ്റെ സിഗ്മയുടെ തന്നെ സെൻസർ ആവാനാണ് സാധ്യത. സെൻസറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. പിന്നെ ISO റേഞ്ച് പറയുമ്പോൾ അത്യാവശ്യം മോശമല്ലാത്തൊരു ISO റേഞ്ചാണുള്ളത്. 100 മുതൽ 1,02,000 വരെയാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇൻബിൽറ്റ് ഇമേജ് സ്റ്റെബിലൈസേഷൻ പറയുകയാണെങ്കിൽ IBIS തന്നെയാണ്. ഇൻബിൽറ്റ് സ്റ്റെബിലൈസേഷൻ തന്നെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ USB-യിൽ നമുക്ക് ഈസി ആയിട്ട് കോപ്പി ചെയ്യാൻ പറ്റും. വളരെ ഫാസ്റ്റായിട്ട് കോപ്പി ചെയ്യാന്നുള്ളതാണ് C പോർട്ട് ഉപയോഗിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ അത് iMac-ലോ അല്ലെങ്കിൽ C കണക്ട് ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് ഡാറ്റ എടുത്തതിന് ശേഷം കാർഡ് മീൻസ് ക്യാമറയുടെ അകത്തുള്ള ഇൻറ്റേർണൽ മെമ്മറി നമുക്ക് വീണ്ടും empty ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ബാറ്ററി പറയുകയാണെങ്കിലും കമ്പനി പറയുന്നത് വളരെ ചെറിയൊരു ബാറ്ററിയാണ്. അതിൻ്റെ സൈസും ഭയങ്കര നമുക്കൊരു കൗതുകം ഉണ്ടാക്കുന്നൊരു സൈസാണ്. അതിൻ്റെ റെക്കോർഡിംഗ് ടൈം എത്ര കിട്ടും എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ല. അതും ക്യാമറ വന്നിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ക്യാമറയിൽ തന്നെ 12 മോഡൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സിഗ്മ ഉദ്ദേശിക്കുന്നത് കളർ സിമുലേഷൻസ് പോലുള്ളൊരു മോഡാണ് സിഗ്മ ഉദ്ദേശിക്കുന്നത്. പിന്നെ സിസ്കയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫുൾ HD ആണെങ്കിൽ 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ലെൻസിൻ്റെ മൗണ്ട് ഞാൻ പറയാൻ വിട്ടുപോയി. L മൗണ്ടാണ്. L മൗണ്ട് നമുക്കെല്ലാം അറിയാം. ലൈക്കയുടെ മൗണ്ടാണ് L മൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ലൈക്കയുടെ ഈ സെയിം മൗണ്ട് ഇപ്പോൾ സിഗ്മയും പാനസോണിക് ലുമിക്സും ലൈക്കയും ഒരേ മൗണ്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ലെൻസുകളുടെ അവൈലബിലിറ്റിക്ക് പ്രശ്നം വരാൻ സാധ്യതയില്ലാത്തൊരു മൗണ്ടാണ്. കാരണം പാനസോണിക്കിൻ്റെ ലെൻസുകൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ലൈക്കയുടെ ഒറിജിനൽ ലെൻസുകൾ ഉപയോഗിക്കാൻ പറ്റും. സിഗ്മയുടെ ലെൻസുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മൂന്നും ഒരു മൗണ്ട് ആയതുകൊണ്ട് ആ ഒരു ഗുണം എന്തായാലും ഈ ക്യാമറയ്ക്ക് കിട്ടാതിരിക്കില്ല. എന്തായാലും ഈ ക്യാമറ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ.